ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, സീസ് ഫയർ ഡിസ്കസ് ചെയ്യണം. ഇതൊക്കെ ഒരു പ്രത്യേക പാർലമെന്ററി ഒരു സെഷൻ തന്നെ വിളിച്ചുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്യണമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നത് ഇതുവരെ ഉള്ള നിലപാടുകൾ പൂർണ്ണമല്ല എന്ന് കരുതുന്നത് കൊണ്ടാണോ? എന്ത് ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകും കോൺഗ്രസിന് എന്ന് കരുതുന്നത്? മുമ്പ് ഒരിക്കൽ എക്സിൽ ഒരു ട്വീറ്റ് ചെയ്യുകയും അത് പിന്നീട് കോൺഗ്രസ് തന്നെ ഈ അവസരമല്ല അതിന് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ഇനിയും ഉയർത്തുമോ കോൺഗ്രസ്? തീർച്ചയായും അപർണ, നോക്കൂ, ഈ ആദ്യമായി അവിടെ ആക്രമണം ഉണ്ടാവുന്നതിന്റെ പിറ്റേ ദിവസം കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി CWC വിളിച്ചു ചേർത്ത് ഇത് പാക് സ്പോൺസർഡ് ടെററിസമാണ് എന്ന് ഈ രാജ്യത്ത്, ഈ ലോകത്ത് ആദ്യം പറഞ്ഞ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ആദ്യമായി ഈ രാജ്യത്ത്, ഈ ലോകത്ത് പൂർണ്ണമായും സർക്കാരിനൊപ്പം ചേർന്നു നിൽക്കാൻ പോകുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതോടം വരെ, ഇതിന് മറുപടി കൊടുക്കുന്നതോടം വരെ, അവിടെ കൊല ചെയ്യപ്പെട്ട നമ്മളുടെ സഹോദരിമാരുടെ, അമ്മമാരുടെ, അനിയത്തിമാരുടെ, കുഞ്ഞുമക്കളുടെ ഒക്കെ രക്തത്തിന് പകരം വീട്ടുന്നോടം വരെ യാതൊരു രാഷ്ട്രീയ ഇച്ഛയുമില്ലാതെ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന് ഈ ലോകത്ത്, ഈ രാജ്യത്ത് ആദ്യം പറഞ്ഞ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അപ്പോൾ ആ നിലപാട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. പക്ഷെ ഇപ്പോ ഇച്ചിരി മുമ്പേ എന്റെ സ്നേഹിതൻ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇപ്പോ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. യുദ്ധം എന്ന് ഇവർ പറയുന്ന ഒരുപക്ഷെ ആന്റി ടെററിസ്റ്റിക് മൂവ്മെന്റ് എന്ന് നമ്മൾ രാജ്യം വിളിച്ചിരുന്ന, ഇപ്പോ യുദ്ധം എന്നാണ് RSSും BJPയും പറയുന്നത്, അങ്ങനെ വിളിച്ചിരുന്ന ആ ഒരു സംവിധാനം തീർന്നിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയർന്നു വരും. എന്താണത്? ഒന്ന്, ആ നമ്മളുടെ മൂവ്മെന്റ് ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നു പോകുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ പാകിസ്ഥാനെതിരെ നടത്തിയിരുന്ന ആക്രമണം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ അഴിച്ചുവിട്ട നമ്മളുടെ പോരാട്ടം, ആ പോരാട്ടം നിർത്തുന്നുവെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ സാധാരണക്കാർ, ജമ്മു കാശ്മീരിലും മറ്റുമുള്ള ഇതിന്റെ ഭാഗമായി ബലി കൊടുക്കപ്പെട്ട 73 ജീവനുകൾ, ആ ജീവനുകളാൽ അനാഥമാക്കപ്പെട്ട അനാഥർ, വിധവകൾ, അവരുടെ കുഞ്ഞുങ്ങൾ ഒക്കെ അറിയേണ്ടത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ട്വിറ്ററിലെ പോസ്റ്റ് കണ്ടിട്ടാണോ? ആണോ? അതോ നേരത്തെ ആരോ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ അമേരിക്ക പോലും വില കൽപ്പിക്കാത്ത ട്രംപ് എന്ന് പറയുന്ന വമ്പ് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്കിലെ, ട്വിറ്ററിലെ, വാട്സപ്പിലെ, ഇൻസ്റ്റഗ്രാമിലെ സ്റ്റാറ്റസ് നോക്കിയിട്ട് വേണോ ഈ രാജ്യത്തിന് തിരിച്ചറിയാൻ? അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ട്വിറ്റർ എക്സ് അക്കൗണ്ട് നോക്കിയിട്ട് വേണോ നമ്മൾ അറിയാൻ നമ്മൾ യുദ്ധം നിർത്തിയിരിക്കുന്നു, നമ്മൾ സീസ് ഫയർ ഒപ്പിട്ടിരിക്കുന്നു എന്ന്? ഏത് കരാറിലാണ് ഇന്ത്യ ഏർപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യമില്ലേ? പാകിസ്ഥാനുമായി ഫോണിൽ സംസാരിച്ചു. ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുത്ത BJP പ്രതിനിധി പറയുന്നു പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്ന്. ഔദ്യോഗികമായി ഇന്ത്യക്ക് അത് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് പാകിസ്ഥാനാണ് ഇങ്ങോട്ട് അത് ആവശ്യപ്പെട്ടത് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? രണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ആരുമായിക്കോട്ടെ, ട്രംപ് ആയിക്കോട്ടെ, ബൈഡൻ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിക്സൺ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് ഏറ്റവും ആദ്യമായി അയാളും അയാളുടെ വൈസ് പ്രസിഡന്റും US സ്റ്റേറ്റ് സെക്രട്ടറിയും ആദ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നു ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ കൈകൊടുത്തു, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തു എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല, നിങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല, വമ്പ് പറച്ചിലാണ് എന്ന് ഇതുവരെ ഒരു BJP നേതാവെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി പറയണ്ട, പ്രധാനമന്ത്രിക്ക് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ സമയമില്ല, അദ്ദേഹത്തിന് ബീഹാർ റാലികളിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള തിരക്കുണ്ട്, അതുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് ചിലപ്പം എക്സിൽ പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിക്കാണില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, BJPയുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഏറ്റവും കുറഞ്ഞത് പ്രതിരോധ വകുപ്പിന്റെ മന്ത്രി, അല്ലെങ്കിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിലപാട് പറയേണ്ട വിദേശകാര്യമന്ത്രി ആണല്ലോ, ആ വിദേശകാര്യമന്ത്രി ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, നമ്മുടെ പടിക്കൽ വന്ന്, നമ്മുടെ വാതിക്കൽ വന്ന് മുട്ടി വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു പാകിസ്ഥാൻ, അവരുടെ ആത്മാഭിമാനം കൊണ്ടുവന്ന് ഇന്ത്യൻ പടിക്കൽ അടിയറവ് വെച്ചപ്പോഴാണ് നമ്മൾ അതിന് സമ്മതിച്ചത് എന്ന് പറയാൻ പറ്റുമോ? ആ എല്ലാവർക്കും ഒന്നും ഇന്ദിരാഗാന്ധി ആവാനോ വാജ്പേയി വിളിച്ചതുപോലെ ഈ ഇന്ത്യയുടെ ദുർഗശക്തമായി മാറാനോ ഒന്നും സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ട്രംപിന്റെ പടിക്കൽ കൊണ്ടുപോയി ഇന്ത്യൻ ആത്മാഭിമാനം അടിയറവ് വെക്കാതിരിക്കാനുള്ള ഒരു മിനിമം മര്യാദ കാണിക്കണ്ടേ? അങ്ങനെ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട ചിന്ത ഉണ്ടാവണമെങ്കിൽ അത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അല്ല തീർക്കേണ്ടത് എന്ന ബോധ്യം ഉണ്ടാവണമെങ്കിൽ, അമേരിക്കയുടെ ഹത്തുവ കേട്ട് അമേരിക്കയുടെ ചൂണ്ടുവിരൽ തുമ്പിനുള്ളിൽ പേടിച്ച് അറച്ച് അങ്ങനെ ഒരു എഗ്രിമെന്റിലേക്ക് പോകുന്നത് ആത്മാഭിമാനം പണയം
വെക്കുന്നതാണ്. അല്ല വസന്ത്, കശ്മീർ വിഷയം പോലും ആ തരത്തിലേക്ക് മാറും, ആ തരത്തിലേക്ക് ഒരു ഇൻവോൾവ്മെന്റ്, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റിലേക്ക് മാറും. അങ്ങനെ മാറ്റാൻ നിർബന്ധിതരാകും, കമ്മിറ്റഡ് ആകും. അങ്ങനെ കൂടി കോൺഗ്രസ് കരുതുന്നുണ്ടോ? തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടാവാൻ പാടില്ലെന്നേ കാര്യം. അല്ല, ഇനി അങ്ങനെ നിർബന്ധിതരാകും ഈ വിഷയത്തിൽ, അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുകൂടി കോൺഗ്രസ് ആരോപിക്കുന്നുണ്ടോ? അവിടെയാണ് രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി UN-ൽ സംസാരിച്ചത് എന്താണ്? ഞങ്ങൾക്ക് ആരുടെ ഉപദേശം വേണ്ട, ഞങ്ങൾ പണിയുമായി ഇറങ്ങുകയാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രതിരോധവുമായി ഇറങ്ങുകയാണ്. വി ആർ മൂവിങ് വിത്ത് ഡിഫൻസ്. ആ ഡിഫൻസിൽ ഞങ്ങൾക്ക് സഖ്യകക്ഷികളെയാണ് ആവശ്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാനുള്ളവരെയാണ് ആവശ്യം, അല്ലാതെ ഉപദേശമല്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഏറ്റുപദേശം കേട്ട് ഏറ്റുപദേശം ആർത്തളിച്ചു പറയാൻ വേണ്ടി ഇവർക്ക് നാണമില്ലേ? നോക്കൂ, അമേരിക്ക ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ സമയത്തെ പോലെ ഒരു ഏകാഗ്ര ശക്തിയൊന്നുമല്ല. അമേരിക്ക എന്ന് പറയുന്നത് 70-കളിലെ പോലെ, 80-കളിലെ പോലെ, 90-കളിലെ പോലെ അമേരിക്ക എന്ന് പറയുന്ന ഒരു ബഹുജൻ ഭീമനൊന്നുമല്ല. അമേരിക്കയ്ക്ക് ബദലായി എത്രയോ രാജ്യങ്ങൾ ഇന്ന് ഉയർന്നു വരുന്നു. റഷ്യ ഉണ്ട്, അന്നും റഷ്യ, സോവിയറ്റ് യൂണിയൻ ശക്തമാണ്. പക്ഷെ ഇന്ന് ഇസ്രായേൽ അടക്കം, ചൈന അടക്കം അമേരിക്കയുടെ ഒപ്പോണന്റ് വിങ് വളരെ ശക്തമായി നിൽക്കുകയാണ്. അമേരിക്ക ബേസിക്കലി ഈ പറയുന്ന നയതന്ത്ര രംഗത്ത് വലിയ പരാജയമാണ്. അത് ട്രംപിന്റെ വരവോട് കൂടി മാത്രമല്ല, ഒന്നാം ട്രംപ് സർക്കാരും രണ്ടാം ട്രംപ് സർക്കാരിലേക്കും എത്തുമ്പോൾ നയതന്ത്രപരമായി വലിയ വലിയ ഒരു ശക്തമായ വോയിസ് ഒന്നുമല്ല അമേരിക്ക ഈ അന്താരാഷ്ട്ര തലത്തിൽ. ആ അമേരിക്കയെ അന്ന് ഒറ്റ ശക്തിയായി നിന്നിരുന്ന, അന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരലിൽ നിർത്തി രാജ്യങ്ങളെ കൊണ്ട് കാര്യം ചെയ്യിപ്പിച്ചിരുന്ന അമേരിക്കയോട് ഇത് ആ പടിക്കപ്പുറത്ത് നിന്നാ മതി എന്ന് പറയാനുള്ള ആർജവമുള്ള ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്, ഇല്ലേ? ഇന്ന് ഒരു ശക്തിയുമല്ലാത്ത, ബാക്കിയുള്ളവർ എല്ലാ കാര്യങ്ങളിൽ വമ്പ് പറയാൻ മാത്രം പറ്റുന്ന ഒരു വലിയ ജൈജാന്റിക് ബലൂൺ മാത്രമായ അമേരിക്കയുടെ വാക്ക് കേട്ട്, അമേരിക്കയുടെ മധ്യസ്ഥതയുടെ പുറത്ത് നമ്മൾ നമ്മുടെ യുദ്ധം അവസാനിപ്പിച്ചെങ്കിൽ, യുദ്ധം അവസാനിപ്പിക്കുന്നത് നല്ലതാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ ആ യുദ്ധം അവസാനിച്ചത് ഇന്ത്യൻ ജനത അറിയണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അല്ലെങ്കിൽ JD വാൻസിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോയി നോക്കണം എന്നുള്ള അവസ്ഥയാണെങ്കിൽ അത് ആത്മഹത്യാപരമാണ്. ഞാനതിലേക്ക് വരാം. ആ ചോദ്യങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ഒരു വലിയ ഒരു ചോദ്യം ബാക്കി നിർത്തുന്നു. അത് ലോക സമൂഹം കൂടി ചോദിക്കുന്ന രീതിയിലേക്ക് പോകുമെന്നുള്ളതാണ്. വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.